ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 59ാമത്തെ പാർട്ടാണേ. പിന്നെ എന്താ പിള്ളേരെ വിശേഷങ്ങൾ, സുഖമാണോ? ഞാനിങ്ങനെ എന്നൊന്ന് ചോദിക്കുമ്പോൾ ആരും പറയുന്നില്ല, അത് കാരണം ചോദിച്ചാട്ടോ. പിന്നെന്താ, നമ്മുടെ പാർട്ട് 20 മിനിറ്റിന് പോവുകയാണെങ്കിൽ ഞാൻ വേറെ പാർട്ട് ഇടില്ല കേട്ടോ, ഒരു പാർട്ടേ ഇടുള്ളൂ കേട്ടോ അന്നത്തെ ദിവസം. കാരണം അരമണിക്കൂറിൻ്റെ പാർട്ട് റെക്കോർഡ് ചെയ്യാൻ എനിക്ക് 1 മണിക്കൂർ വേണം. 1 മണിക്കൂർ റെക്കോർഡ് ചെയ്താൽ അതിനകത്ത് വെള്ളി മാറ്റി എഡിറ്റ് ചെയ്യാൻ അരമണിക്കൂർ വേണം. അങ്ങനെ കുറേ സമയം പോവുക. അതുകൊണ്ടാണ്. അപ്പോൾ 20 മിനിറ്റിന് മേലെയുള്ള വീഡിയോ ആണെങ്കിൽ ഒരു പാർട്ടായിട്ട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 പാർട്ട് തരാവേ. ഇത് ചെറിയ പാർട്ടാണ്, അപ്പോൾ 2 പാർട്ട് തരാം കേട്ടോ. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? കള്ളം പറയുന്നോടി പുന്നാര മോളെ, നിനക്കെന്നെ കണ്ടിട്ട് എന്താ പൊട്ടനെ പോലെ തോന്നുന്നുണ്ടാ? ധ്രുവി വീണ്ടും അവളുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ആ അടിയുടെ ആഘാതത്തിൽ പാർവതി താഴേക്ക് ഊർന്നു പോയി. ഇനിയും തല്ലല്ലേ ധ്രുവി, ഞാൻ പറഞ്ഞത് സത്യ, ഞാനല്ല അവളെ അതിൻ്റെ ഉള്ളിൽ അടച്ചത്. അവളെ കൈ പൊത്തിക്കൊണ്ട് പിടിച്ച് കരയുന്ന പാർവതിയെ കണ്ട് ധ്രുവിയുടെ നെഞ്ചു പെടഞ്ഞു. പക്ഷെ അതിനേക്കാൾ വലുതായിരുന്നു വർണ്ണയെ കാണാതായപ്പോഴുള്ള ദത്തൻ്റെ സങ്കടം. പിന്നെ എങ്ങനെയാടി വർണ്ണ സ്റ്റോർ റൂമിൽ ഉള്ളത് നീ അറിഞ്ഞത്? ധ്രുവി അവളുടെ മുന്നിലായി മുട്ടുകൂത്തിയിരുന്നു. അവൾ ആ റൂമിൽ നിൽക്കുന്നത് ഞാൻ കണ്ടതാ, കാറ്റത്ത് ആ ഡോർ അടയുന്നത് ഞാൻ കണ്ടതാ. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല. ഒരു നിമിഷത്തേക്ക് ഞാൻ സ്വാർത്ഥിയായി. ആ നിമിഷം എൻ്റെ മനസ്സിൽ ദേവേട്ടൻ്റെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ ദേവേട്ടൻ തന്നെ ഇങ്ങനെ അവളെ കാണാതെ അലറി കളഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പാർവതി മുഖം പൊത്തിക്കൊണ്ട് കരഞ്ഞു. നിനക്ക് എത്രയൊക്കെ പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ലേ? ദേവൻ അവൻ വർണ്ണയുടെ മാത്ര, അവിടെ നിനക്ക് സ്ഥാനമില്ല. നീ ഒരു മനുഷ്യനാണോ? ആ റൂമിൽ കിടന്ന് വർണ്ണയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിലോ? നിനക്ക് പിന്നെ ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടുമോ? ദേവൻ നിന്റെ വെറും വിടുന്നു നീ തോന്നുന്നുണ്ടോ നിനക്ക്? ഇനിയെങ്കിലും മനസ്സിലെ ഈഗോയും ദേഷ്യവും വാശിയും ഒക്കെ മാറ്റിവെച്ച് കോമൺ സെൻസ് വെച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്, നീ എത്ര വലിയ തെറ്റാ ചെയ്തതെന്ന്. അത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതിരിക്കുന്ന പാർവതിയെ കാണുന്തോറും ധ്രുവിയുടെ ദേഷ്യം ഒന്നുകൂടെ വർദ്ധിച്ചു. നിന്നോടൊന്നും എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിനെയൊക്കെ സ്നേഹിക്കാൻ നന്നാക്കാൻ നോക്കി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവൻ ദേഷ്യത്തിൽ വാതിലടച്ച് പുറത്തേക്ക് പോയി. കുഞ്ഞെ, ഒരുപാട് പേടിച്ചോടാ? ബെഡ് റെസ്റ്റിൽ ചാരിയിരിക്കുന്ന ദത്തൻ തൻ്റെ മടിയിലിരിക്കുന്ന വർണ്ണയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ചോദിച്ചു. താളം തെറ്റി അവൻ്റെ ഹൃദയമിടിപ്പിൽ നിന്നും തന്നെ കാണാതായപ്പോൾ ദത്തൻ എത്രത്തോളം പേടിച്ചിരുന്നുവെന്ന് വർണ്ണയ്ക്ക് മനസ്സിലായി. ഇല്ല ദത്ത, എനിക്കറിയായിരുന്നു നീ വരുമെന്ന്. അവൻ്റെ നെഞ്ചിൽ തല ചേർത്ത് പറഞ്ഞവൾ കിടന്നു. എന്നെ അത്രയ്ക്കും വിശ്വാസമാണോ? എന്നേക്കാളേറെ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വിശ്വാസം നിന്നെയാണ്. ഞാനില്ലാതെ നിനക്കൊരു നിമിഷം പോലും പറ്റില്ല എന്ന് എനിക്കറിയാം. ഇതിപ്പോൾ എന്നേക്കാൾ കൂടുതൽ പേടിച്ചത് നീയാണല്ലോ. വർണ്ണ തിരിഞ്ഞ് അവൻ്റെ മുഖത്തിന് നേരെയായിരുന്നു. നീ കരഞ്ഞോ ദത്ത? നീ ഒരുപാട് പേടിച്ചോ? അവൻ്റെ കണ്ണുകളിലൂടെ മുകളിലൂടെ വിരലോട് ചൂണ്ട് വർണ്ണ ചോദിച്ചു. കുറച്ച് നേരത്തേക്കാണെങ്കിലും നിന്നെ കാണാതായപ്പോൾ എൻ്റെ ജീവൻ പോയടി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായിപ്പോയി. ഒരു നിമിഷം ശീലു നീ കുളത്തിനരികിലേക്ക് പോയി കാണുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ശ്വാസം വരെ നിലച്ചുപോയി. കുളത്തിനരികിലെത്താൻ നീ എവിടേക്ക് പോയിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നവരെ ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല. അത് പറയുമ്പോൾ ദത്തൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു, സ്വരം ഇടറിയിരുന്നു. ഈ കുറച്ച് സമയം കൊണ്ട് നിൻ്റെ കോലം കെട്ടുപോയല്ലോടാ. എന്താ അത്? എന്നെ കാണാതെ ഇതവസ്ഥ എങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോയ എന്തായിരിക്കും അവസ്ഥ? വർണ്ണ തമാശയെ പറഞ്ഞ് അവൻ്റെ അലങ്കോലമായ മുടിയെല്ലാം ശരിയാക്കാൻ തുടങ്ങി. ദത്തൻ്റെ പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. ഒപ്പം അവൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസം നീ എന്നെ ഉപേക്ഷിച്ച് പോവോ? പോവോന്ന്? അത് ഞാൻ വെറുതെ പറഞ്ഞതാ ദത്ത. അവൻ്റെ പെട്ടെന്നുള്ള രൂപമാറ്റത്തിൽ വർണ്ണ പേടിച്ചു പോയി.
ഇനി മേലെ വെറുതെ ആണെങ്കിൽ ഈ വക തമാശകൾ പറയരുത്. പിന്നെ അങ്ങനെ നീ വിചാരിച്ചാൽ മാത്രം എന്നെ വിട്ട് നിനക്ക് പോവാൻ കഴിയില്ല. ഞാൻ കൂടെ വിചാരിക്കണം. എൻ്റെ അവസാന ശ്വാസം എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടകലുന്നവരെ നീ എപ്പോഴും ഇങ്ങനെ എൻ്റെ കൂടെ ഉണ്ടാവും. അദ്ദേഹത്തിന് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ഇറുക്കെ പിടിച്ചു. ഒന്ന് പതിയതെത്താ, നീ ഇങ്ങനെയൊക്കെ കെട്ടിപ്പിടിച്ച എൻ്റെ ശ്വാസം ഇപ്പം തന്നെ പോവും പറഞ്ഞ കളിയോടെ പറഞ്ഞു. ദത്തൻ ഒരു കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ വർണ്ണയുടെ മുഖത്തിന് നേരെയായി വന്നതും ഡോറിൽ ആരോ നോക്ക് ചെയ്തു. ദത്തൻ വർണ്ണയെ മടിയിൽ നിന്നും ബെഡിലേക്ക് ഇരുത്തി നേരെ ചെന്ന് ഡോർ തുറന്നു. പാർവതിയായിരുന്നു അത്. അവൾ പാതി തുറന്ന വാതിൽ മുഴുവനായി തുറന്ന അകത്തേക്ക് കയറി. ശേഷം വിതുമ്പിക്കൊണ്ട് വർണ്ണയുടെ അരികിൽ വന്ന് അവളെ ഇറുക്കെ പുണർന്നു. ഒപ്പം പാർവതി വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും മനസ്സിലാവാൻ നിൽക്കുകയായിരുന്നു ദത്തൻ. എന്താ ചേച്ചി, എന്തിനങ്ങനെ കരയണേ? എന്തുണ്ടായേ? വർണ്ണ അവളെ തൻ്റെ മേൽ നിന്നും പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. കുറച്ചു നേരത്തിന് ശേഷം പാർവതി അവളെ നിന്ന് അകന്നു മാറി. പാർവതിയുടെ കണ്ണുനീരിനാൽ വർണ്ണയുടെ തോൾ മുഴുവൻ നനഞ്ഞു കുതിർന്നിരുന്നു. മോള് ഒരുപാട് പേടിച്ചോ? ആ ഇരുട്ടിൽ ഒറ്റയ്ക്ക് ഒരുപാട് പേടിച്ചല്ലേ? അവളുടെ മുഖം കയ്യിലെടുത്ത് പാർവതി ചോദിച്ചു. ഇല്ല ചേച്ചി, അപ്പോഴേക്ക് എല്ലാവരും വന്നല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്ക് ഇരുട്ട് പേടിയാന്ന് അന്നൊരു ദിവസം പത്രിയോട് നീ പറയുന്നത് ഞാൻ കേട്ടിരുന്നതാ. എനിക്കറിയായിരുന്നു നിനക്ക് ഇരുട്ടത്തൊറ്റയ്ക്ക് പേടിയാന്ന്. എന്നിട്ടും ഞാൻ നിന്നെ പാർവതി. പിന്നെ നിന്നുള്ള അലർച്ച കേട്ട് പാർവതിയും പറഞ്ഞു ഒരുപോലെ ഞെട്ടി. വാതിലിനരികിൽ നിൽക്കുന്ന ധ്രുവി വേഗത്തിൽ വന്ന് പാർവതിയുടെ കൈ പിടിച്ച് വലിച്ച് പുറത്തേക്ക് നടന്നു. ധ്രുവി നേരെ പോയത് തൻ്റെ റൂമിലേക്കാണ്. അവൻ അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു. എന്ത് ഭാവിച്ചാടി നീ അവിടെ വെച്ച് അങ്ങനെ ഓരോന്ന് എഴുന്നള്ളിക്കാൻ നിന്നത്? സത്യങ്ങാനും ദേവൻ അറിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. ചെയ്യേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം അവളുടെ അമ്മൂമ്മയുടെ ഒരു കുമ്പസാരത്തിന് പോയിരിക്കുന്നു. ഞാൻ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അവൻ നിന്നെ പച്ചയ്ക്ക് കത്തിച്ചേനെ. അവൻ്റെ പ്രാണം വെച്ചാ കുറച്ച് നേരത്തേക്കാണെങ്കിൽ പോലും നീ കളിച്ചത്. നീ ചെയ്ത മറ്റു തെറ്റുകൾ അവൻ ക്ഷമിച്ചാലും ഇത് മാത്രം അവൻ ക്ഷമിക്കില്ല. ധ്രുവി ദേഷ്യത്തിൽ അടിമുടി വിറച്ചു. ഞാൻ പൊറുക്കാൻ പറ്റാത്ത തെറ്റല്ലേ ധ്രുവി ചെയ്ത്? എനിക്ക് ദേവേട്ടന് ഇഷ്ടമാണെന്ന് വെച്ച് വർണ്ണയുടെ ജീവൻ അപകടത്തിലാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുമോ? ദൈവം പോലെ എന്നോട് പൊറുക്കില്ലേ ധ്രുവി? വർണ്ണ അത്രയ്ക്കും പാവാ. നിനക്കൊരു കാര്യം അറിയോ? ആ ഡോർ ലോക്കാവുന്നതിന് മുമ്പേ ഞാൻ പുറത്ത് നിൽക്കുന്നു വർണ്ണ കണ്ടതാണ്. ഡോർ ഓപ്പൺ ആവാതിരുന്നപ്പോൾ അവൾ എന്നെ ഒരുപാട് വിളിച്ചിട്ടുണ്ടാവില്ലേ? രക്ഷിക്ക് ചേച്ചി എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടുണ്ടാവില്ലേ? എന്നിട്ട് ഞാനെന്താ ചെയ്തേ? ഒന്നും അറിയാത്ത പോലെ അവളുടെ അടുത്ത് വന്നിരുന്നു. പേടിച്ചിട്ടുണ്ടാവില്ല പാവം ഒരുപാട്. എന്നിട്ട് അതിനെക്കുറിച്ച് അവൾ ആരോടും ഒന്നും പറഞ്ഞില്ല. പാപിയ ഞാൻ ധ്രുവി. പാർവതി മുഖം പൊത്തി കരയാൻ തുടങ്ങിയ ധ്രുവി വന്ന് അവളെ ഇറുക്കെ പുണർന്നു. ഇങ്ങനെ കരയല്ലടാ, നീ അറിയാതെ ചെയ്തതല്ലേ. അപ്പോഴത്തെ ഒരു ബുദ്ധിമോശം അങ്ങനെ കണ്ടാൽ മതി. അത് മറന്നേക്ക്. ധ്രുവി അവളുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു. പാർവതി അവനെ കെട്ടിപ്പിടിച്ച് ധ്രുവിയുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് നിന്നു. അവൾക്കും അപ്പോൾ ചേർത്ത് പിടിക്കാൻ ഒരാളെ തന്നെ ആവശ്യമായിരുന്നു. അവൾ തൻ്റെ സങ്കടങ്ങളെല്ലാം ധ്രുവിയുടെ നെഞ്ചിൽ കരഞ്ഞു തീർത്തു. സത്യം പറയടി പുല്ലേ, അവളല്ലേ നിന്നെ സ്റ്റോറൂമിൽ അടച്ചിട്ടത്? ദത്തൻ ദേഷ്യത്തിൽ അലറി. അല്ല ദത്ത, പാർവതി ചേച്ചി അല്ല. ആർക്കു വേണ്ടിയാടി നീ കള്ളം പറയണേ? ആ ദേഷ്യമോക്ക് വേണ്ടിയോ? ഞാനെൻ്റെ ക്ഷമ നശിച്ചു നിൽക്കുക. മര്യാദയ്ക്ക് സത്യം പറയണേ നിനക്ക് നല്ലത്. അവൻ കയ്യിലുള്ള ഫോൺ ദേഷ്യത്തിൽ താഴെ എറിഞ്ഞു പൊട്ടിച്ചു. ചേച്ചിയല്ല, കാറ്റത്ത് ഡോർ അടഞ്ഞതാ. ചേച്ചിയല്ല. വീണ്ടും അതാ കൊള്ളം പറയുന്നു. പിന്നെ എന്തിനാടി അവള് വന്ന് കരഞ്ഞ് നിന്നെ കെട്ടിപ്പിടിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞതും? വെറുതെ എൻ്റെ കൈയിൻ്റെ ചൂടറിയ നീ നിൽക്കണ്ട. ദത്തൻ അവൾക്ക് നേരെ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. ബെഡിലിരിക്കുന്ന വർണ്ണ ഇരു കണ്ണുകളും അടച്ച് കൈ കൊണ്ട് മുഖം മറച്ചു വെച്ചു. ഞാനാണ് സത്യം. എൻ്റെ ദത്തനാണ് സത്യം. അമ്മ അച്ഛനാണ് സത്യം. ഡോറ് കാറ്റ് തടഞ്ഞതാ. അത് പാർവതി ചേച്ചി കണ്ടു. പക്ഷെ അത് ശ്രദ്ധിക്കാതെ ചേച്ചി പോയി. പക്ഷെ എന്നെ എല്ലാവരും കാണാതെ
എല്ലാവരും പേടിച്ചപ്പായിരിക്കും ഞാൻ സ്റ്റോർ റൂമിലുള്ള കാര്യം ചേച്ചി പറഞ്ഞത്. അതിൻ്റെ കുറ്റബോധം കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ്. ഞാൻ ദേഷ്യപ്പെടില്ല ദത്ത, എനിക്ക് പേടിയാവാ. അവൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. പതിയെ ദത്തനെ കണ്ണു തുറന്നു നോക്കി. ദേഷ്യത്തിൽ അടിമുടി ഉറച്ചു നിൽക്കുകയായിരുന്നു അവൻ. ആ പുന്നോരമൊക്കെ ഇതിനുള്ളത് ഞാൻ കൊടുത്തിട്ട് തന്നെ കാര്യം. ദത്തൻ ചെന്ന് ഡോറ് തുറക്കാൻ നിന്നും വർണ്ണ പിന്നാലെ ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. വഴക്കിനും പോവല്ലേ ദത്ത, ആ ചേച്ചി അറിയാതെയായിരിക്കും ചെയ്തത്. അതിന് ആ ചേച്ചിക്ക് നല്ല സങ്കടമുണ്ട്. ക്ഷമിച്ചേച്ചിക്ക് ദത്ത, പ്ലീസ്. നീ ആരടി ഗാന്ധിച്ചിയോ അതോ മദർ തെരേസയോ? അവൾക്കല്ല, നിനക്കാണ് ആദ്യം തരേണ്ടത്. പാർവതി ഒന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. നീ എന്നോട് പറയായിരുന്നാ? നോക്കു പറഞ്ഞ വേറെ എന്തും ഞാൻ സഹിക്കും, പക്ഷെ ചതി അത് ഞാൻ പൊറുക്കില്ല. അത് നീയാണെങ്കിൽ പോലും. അവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചുവെങ്കിലും പറഞ്ഞ അവൻ്റെ മേലുള്ള പിടി വിട്ടില്ല. മര്യാദയ്ക്ക് കൈയെടുക്ക് പറഞ്ഞ. എൻ്റെ ദേഷ്യം വെറുതെ കൂട്ടാൻ നിൽക്കണ്ട, അത് നിനക്ക് തന്നെയായിരിക്കും ദോഷം. പഴയതത്തിന് നീയായിട്ട് പുറത്തെടുപ്പിക്കണ്ട. വഴക്ക് വേണ്ടതത്ത, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ പോവില്ല. കാരണം അത് പറഞ്ഞു ഡോറിൻ്റെ ലോക്ക് അഴിക്കാൻ നിന്നത് ദത്തൻ്റെ കൈ നിശ്ചലമായി. അവൻ തൻ്റെ മേലുള്ള വർണ്ണയുടെ കൈകൾ ദേഷ്യത്തിൽ എടുത്തു മാറ്റി ബെഡിൽ വന്നിരുന്നു. ദത്ത, വർണ്ണ അവൻ്റെ അരികിൽ വന്നിരുന്ന് തോളി തട്ടി വിളിച്ചു. എൻ്റെ മേൽ തൊട്ടു പോകരുത്. അവൻ ദേഷ്യത്തിൽ വർണ്ണയുടെ കൈ തട്ടി എണീറ്റ് ജനലിനരികിൽ പുറത്തേക്ക് നോക്കിയിരുന്നു. ഞാൻ തൊടും എൻ്റെ. അവളവനെ പിന്നെ നിന്ന് ചുറ്റിപ്പിടിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മാറിയിക്കോ, അതാ നിനക്ക് നല്ലത്. അത് കേട്ടവൻ പറഞ്ഞ അവൻ്റെ പുറത്ത് മുഖം ചേർത്ത് പതിയെ കടിച്ചു. ഡീ ദത്തൻ അലറിക്കൊണ്ട് തിരിഞ്ഞതും പറഞ്ഞ അവനെ ഇറുക്കെ പുണർന്ന് അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. അയ്യോ തല്ലല്ലോ ദത്ത, നിന്റെ കയ്യിൽ നിന്ന് എനിക്കൊന്ന് കിട്ടിയാൽ പിന്നെ ബാക്കി ഞാൻ പറയണ്ടല്ലോ. ദത്തന് ഉയർന്നു വരുന്ന ദേഷ്യം നിയന്ത്രിക്കാൻ കണ്ണുകൾ അടച്ചു നിന്നു. സാധാരണ എപ്പോഴും തന്നെ ചേർത്ത് പിടിക്കാറുള്ള കൈകൾ നിശ്ചലമാണെന്ന് കണ്ടതും വർണ്ണയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. എന്നോട് ദേഷ്യമാണ് ദത്ത. ദത്തൻ ഒന്നും മിണ്ടിയില്ല. അവൾ ദത്തന് മേലുള്ള കൈകൾ അയച്ചു. ശേഷം ബെഡിൽ വന്നിരുന്നു. ദത്തന് ഒന്നും മിണ്ടാതെ ജനലിൻ്റെ അരികിലേക്ക് തിരിഞ്ഞ് പുറത്തേക്ക് നോക്കി നിന്നു. അതുകൂടെ ആയതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ബെഡിലേക്ക് കടന്ന് തലയണയിൽ മുഖം ചേർത്ത് കിടന്നു. സോറി. കുറച്ചു കഴിഞ്ഞ് ദത്തൻ അവളുടെ അടുത്ത് വന്ന് കിടന്ന് അവളുടെ കാതിലായി പറഞ്ഞു. വർണ്ണ ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ കിടന്നതും അവളുടെ പിൻകഴുത്തിൽ ഉമ്മ വെച്ച് അവൻ എണീറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. എന്താടാ ഇവിടെ ഒറ്റയ്ക്കിരിക്കണേ? ഉമ്മറത്തെ തോണി ചാരിയിരിക്കുന്ന ദത്തൻ്റെ അരികിൽ ധ്രുവി വന്നിരുന്നു. എന്താ നീ ഇതിനെക്കുറിച്ച് എന്നോട് പറയാതിരുന്നേ? അകലേക്ക് നോക്കി ദത്തൻ ഗൗരവത്തിൽ ചോദിച്ചു. എടാ, അതവൾക്ക് അറിയാം, അതൊരു കയ്യബദ്ധം പറ്റിയതാ. നീ ഞാൻ ചോദിച്ചത് പാർവതിയുടെ കാര്യമല്ല, നിന്റെ കാര്യമാണ്. എത്ര നാളായി? ദേവാ, നീ എന്തീ പറയണേ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്ക് പാർവതി ഇഷ്ടമാണ്, അത് ഇന്ന് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതല്ല എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. എന്താ ഈ കാര്യം നീ എന്നോട് പറയാതിരുന്നേ? എനിക്ക് പലതവണ സംശയം തോന്നിയിരുന്നു, പിന്നെ കരുതി അത് എൻ്റെ തോന്നലുകളായിരിക്കുമെന്ന്. പക്ഷെ അല്ല, അതായിരുന്നു സത്യമല്ലേ? എടാ, ഞാൻ നിന്നോടെല്ലാം തുറന്നു പറയണമെന്ന് കരുതിയതായിരുന്നു, പക്ഷെ അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ധ്രുവി പണ്ട് പാർവതിയോട് തോന്നിയ ഇഷ്ടം മുതൽ കുറച്ച് മുമ്പ് വരെയുള്ള കാര്യങ്ങൾ ദത്തനോട് തുറന്നു പറഞ്ഞു. ദത്തനായെല്ലാം മൂളിക്കേൾക്കും മാത്രമാണ് ചെയ്തത്. എടാ, പാർവതി ചെയ്തതിന് ഞാൻ സോറി പറയാം. അവൾ അറിയാതെ ചെയ്താടാ, ക്ഷമിച്ചേക്കാം അവളോട്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ അവളെ ശരിയാക്കും. സോറി ഒന്നും വേണ്ട. ഞാൻ നാളെ അവളെ കൊണ്ട് പോവാ. എനിക്ക് വയ്യ ഇനി ഒരു റിസ്ക് എടുക്കാൻ. എനിക്ക് എൻ്റെ കുട്ടിയെ വലുത്. നീ കണ്ടതല്ലേ, കുറച്ച് സമയം കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പേടിച്ചു. എനിക്ക് അവൾക്ക് ഞാനും മതി. എനിക്കും അതാ ഇഷ്ടം. ദത്തൻ അകലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. ഒരു കുഞ്ഞൊരു പാർട്ടും കൂടി ആയിട്ട് 9 മണിക്ക് കാണാം കേട്ടോ.